എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 10th മാത്സിൻ്റെ പോളിനോമിയലിൻ്റെ ഇക്വേഷൻ അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. അതിൽ പേജ് നമ്പർ 202 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. One side of a rectangle is 3 meters longer than the other side and the area 270 square meters. What is the length of the sides? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഒരു വശം മറ്റേ വശത്തേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ, അതിൻ്റെ പരപ്പളവ് 270 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ നീളം വീതിയും കാണുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിലൊന്നുമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം, എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് അതിന് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിലേക്കും ഒക്കെ മാറ്റി എഴുതായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫോം ചെയ്യണം. അതിന് തന്ന ചോദ്യം നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ വീതി നമുക്ക് എക്സ് ആക്കി എടുക്കാം. അതിലൂടെ അറിയാത്ത വശം എക്സ് ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 3, വലിയ സൈഡ് എക്സ് പ്ലസ് 3. ഏരിയ 270 സ്ക്വയർ മീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ സമം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. ഇവിടെ നീളം ഇൻറ്റു വീതി കൊടുക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3, അത് ഏരിയ 270 പറഞ്ഞിട്ടുണ്ട്, അതോട് കൊടുക്കാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, 3 ഇൻറ്റു എക്സ് 3x സമം 170. എക്സ് സ്ക്വയർ പ്ലസ് 3x, ഇത് സമത്തിന് പുറത്ത് 270. അപ്പോൾ നമ്മളതിന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ -270. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മളിത് ഇവിടെ പ്ലസ് ആക്കി എഴുതും. എക്സ് സ്ക്വയർ പ്ലസ് 3x -270 സമം 0. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും ഇതിന് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് -270 എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്. എ ഇൻറ്റു ബി നമുക്ക് -270 കിട്ടണം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇത് 3 അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ -270, അതേ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 3 കിട്ടണം. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമുക്കപ്പോൾ ചെറിയ നമ്പറാച്ച് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വേഷൻ ചെയ്യാതെ. അപ്പം ഞാൻ ഇക്വേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ മുന്നേ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ -4ab. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ഇതാ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3. അപ്പോൾ പകരം 3 സ്ക്വയർ -4 ഇൻറ്റു എ ബി -270. അപ്പം -270 ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. 3 സ്ക്വയർ പറയുമ്പോൾ 9 -4 ഇൻറ്റു -270. രണ്ട് ഭാഗത്ത് മൈനസ് ഉണ്ടാകുമ്പോൾ ഗുണനത്തിൽ രണ്ട് ഭാഗത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആൻസറിൽ നിന്ന് മൈനസ് പോയി പ്ലസ് ചിഹ്നം വരും. 270 ഇൻറ്റു 4 10 1080. രണ്ടും പാടെ ആഡ് ചെയ്യുമ്പോൾ 9. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിന് നമുക്ക് എ മൈനസ് ബി മതി, അതിലേക്ക് മാറ്റാൻ. എ മൈനസ് ബി
സിക്കൽ ടു സ്ക്വയർ മാറ്റാൻ റൂട്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ 9 ലാസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് 33 ഇൻറ്റു 3 അവസാനിക്കണമല്ലേ, 3 9. അപ്പോൾ നമുക്ക് അതെടുത്ത് നോക്കാം. 33 ഇൻറ്റു 33 9 9 10. അപ്പോൾ a മൈനസ് ബി സിക്കൽ ടു നമുക്ക് 33 എന്ന് കിട്ടി. ഇനി രണ്ട് ഇക്വേഷൻ ഇവിടെ അടുത്തടുത്ത് എഴുതാം. a പ്ലസ് ബി സിക്കൽ ടു 3. അപ്പോൾ a പ്ലസ് ബി സിക്കൽ ടു 3 ഞാൻ അതിൻ്റെ താഴേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ പ്ലസ് ചെയ്യാം. അതായത് a പ്ലസ് a 2a മൈനസ് ബി പ്ലസ് ബി. ഇത് രണ്ടും മൈനസും പ്ലസും ഒരേപോലെ നമ്പറാണെങ്കിൽ അല്ലെങ്കിൽ ഇതാണെങ്കിൽ നമ്മളതിനെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ 33 പ്ലസ് 33 36. അപ്പോൾ 2a സമം നമുക്ക് എന്ത് കിട്ടി 36. അപ്പോൾ നിങ്ങൾ a കണ്ടുപിടിക്കണം. a ഈസ് ഈക്വൽ ടു 36/2 ഈക്വൽ ടു 18. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി നമുക്ക് 18 കിട്ടി. അപ്പോൾ a ഈസ് ഈക്വൽ ടു നമുക്ക് b കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് കൊടുക്കാം. a പ്ലസ് ബി ഈക്വൽ ടു 3 എന്നുണ്ടല്ലോ, അതിലേക്ക് കൊടുക്കാം. എയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം. അപ്പോൾ a 18 പ്ലസ് ബി നമുക്ക് അറിയില്ല, പിന്നെ സമം 3. ഇനി ബി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബി എടുക്കുകയാണ്. ബി ഈക്വൽ ടു 3. ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ സമത്തിന് പുറത്ത് പോകുമ്പോൾ അത് മൈനസിലേക്ക് മാറും. നമുക്ക് ആൻസർ 18 നിന്ന് 3 കുറച്ച് വലിയ സംഖ്യ എന്താണോ സൈൻ അതാണ് നമ്മൾ ആൻസറിൽ കൊടുക്കുക, -15. അപ്പോൾ ബി ഈക്വൽ ടു -15. അപ്പോൾ നമുക്ക് ബി ഈക്വൽ ടു -15. എ ഈക്വൽ ടു നമുക്ക് 18 കിട്ടി, ബി ഈക്വൽ ടു -15 കിട്ടി. അപ്പോൾ നമ്മളതിനെ എക്സ് 18 പ്ലസ് 18 എക്സ് -15. ഇനി എക്സ് പ്ലസ് 8 സമം 0 എന്നും എക്സ് -15 സമം 0 എഴുതാം. എക്സ് പ്ലസ് 18 സമം 0, എക്സ് -15 സമം 0. ഇന്ന് എക്സിന് വാല്യൂ കിട്ടണം. ഇവിടെ 0 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരണം, -18 വരണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സിനെ നമ്മൾ സമത്തിന് പുറത്തേക്ക് +18 സമത്തിന് പുറത്ത് എടുക്കുകയാണെങ്കിൽ അത് -8 മാറും. -18 എക്സ് ഇവിടെ -15 ആണ്, ഇതിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ +15. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വശമായിട്ട് മൈനസ് നമ്പർ വരില്ല. നമ്മൾ ഈ നമ്പറാണ് എടുക്കുക 15. എക്സ് ഇവിടെ നമുക്ക് 15 കിട്ടും. അതായത് ഇതിൻ്റെ വീതി നമുക്ക് 15 + 3 നമുക്ക് ഇതിൻ്റെ നീളം 18. അതായത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 15, ഇതിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ ഈ ടെക്സ്റ്റിലുള്ള പേജ് 202 ഒന്നാമത്തെ പ്രോബ്ലം ഇതുപോലെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് തുറന്നു വെച്ചിട്ട് നോക്കിയാൽ എടുത്ത് എഴുതാൻ മതി കേട്ടോ. അപ്പോൾ എന്താണ് ചോദ്യം? ഒരു ചതുരത്തിൻ്റെ ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 48 ചതുരശ്ര മീറ്ററും. ഈ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ പേജ് നമ്പർ 202 ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. പേജ് നമ്പർ 202 സോറി 202 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇതിനെ അറിയാത്ത ചെറിയതിന് നമ്മൾ എക്സ് കൊടുത്തു. പിന്നെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 മീറ്റർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ x+2 കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏരിയ 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ കാണുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു
ബ്രെഡ്. നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അതാണ് എത്ര 48 എന്ന് 48 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനിട്ട് ഇൻറ്റു ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ 2 ഇൻറ്റു എക്സ് 2x സമം 48. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2x ഇത് സമത്തിന് പുറത്ത് പ്ലസ് 48. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ -48. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായി. നമുക്കിതിനെ എക്സ് സ്ക്വയർ പ്ലസ് 2x -48 സമം 0 എഴുതാം. ഇനി ഇത് a-b ഹോൾ സ്ക്വയർ ഇതിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 6ൻ്റെയും 8ൻ്റെയും ടേബിളിൽ എന്ത് വരുന്നുണ്ട് 48 വരുന്നുണ്ട്. അപ്പോൾ അതായത് ഈ നമ്പർ a ഇൻറ്റു b ചെയ്താൽ നമുക്ക് -48ഉം a പ്ലസ് b ചെയ്താൽ അതേ രണ്ട് നമ്പർ അവ തമ്മിൽ ഗുണിച്ചാൽ -48ഉം അതേ രണ്ട് നമ്പർ തമ്മിൽ കൂട്ടിയാൽ ആഡ് ചെയ്താൽ നമുക്ക് 2ഉം കിട്ടണം. അപ്പം അങ്ങനത്തെ നമ്പർ ഏതാണെന്ന് നോക്കാം. 6 ഇൻറ്റു 8 48 നമുക്കറിയാം. 6 ഇൻറ്റു 8 48. അതേ നമ്പർ കൂട്ടിയാൽ നമുക്ക് 2 കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ -6 + 8 അതായത് -6 + 8 മൈനസും പ്ലസും വന്നാൽ നമ്മൾ കുറക്കും, അതായത് മൈനസ് ചെയ്യും. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ അതാണ് ആൻസറിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ 8ൽ നിന്ന് 6 കുറച്ചു, അപ്പോൾ 2 പോസിറ്റീവാണ് വലിയ സംഖ്യ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചിഹ്നം. നമുക്ക് കിട്ടേണ്ടതും അതായത് 2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് -6 എക്സ് പ്ലസ് 8. ഇനി ഇതിൻ്റെ എക്സിന് വാല്യൂ കാണുകയാണ്. എക്സ് -6 = 0 എന്നും എക്സ് പ്ലസ് 8 സമം 0 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നാലാണ് ഇവിടെ നമുക്ക് 0 കിട്ടുക? അതല്ലെങ്കിൽ എക്സ് -6 ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ +6. പിന്നെ എക്സ് ഇവിടെ +8 ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -8. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് നെഗറ്റീവ് എടുക്കണില്ല. അതായത് റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് അപ്പോൾ 6, അതായത് ബ്രെഡ്ത്ത് = 6, ലെങ്ത് = 6 + 2, അതായത് എക്സ് + 2. അപ്പോൾ നമ്മൾ 6 + 2 8. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.